നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. സാർ. സ്വാഗതം സാർ, ഇപ്പോ 1971 ഡിസംബർ 16 ബംഗ്ലാദേശ് വിമോചന ദിവസം ഇന്ത്യ വിജയ് ദിവസമായി തന്നെ ആചരിക്കുന്നു. ഇത്രയും കാലം നാം ആചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതുവരെയും ഒരു പ്രശ്നവുമില്ല, ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇത്തവണ ആകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. ബംഗ്ലാദേശിനെ പരാമർശിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, വിജയ് ദിവസിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ ആ ഒരു വിജയത്തെ കുറിച്ചുള്ള സന്തോഷം തന്നെയാണ്, ആഹ്ലാദം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത്. പക്ഷെ അതിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന് മറ്റുള്ളവർക്കും വലിയ തോതിൽ ഒരു അസഹിഷ്ണുതയാണ് അനുഭവപ്പെട്ടത്. അതിന്റെ ഒരു പ്രതിഫലനം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളേവരും കണ്ടതായിരുന്നു. അപ്പോ അത് ഇന്ത്യ വെറും ഒരു സഖ്യകക്ഷി എന്നൊക്കെ പറഞ്ഞ് വളരെയധികം അവഹേളിക്കുന്ന തരത്തിലൊക്കെ പരാമർശം ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. വളരെ നന്ദികെട്ട ഒരു സംസ്കാരമാണെന്ന് തിരിച്ചടിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു, പൊതുരംഗത്ത് വന്നിരുന്നു. എന്നിരുന്നാലും അതിനെ വലിയ തോതിൽ ഒരു പ്രശ്നമാക്കാതെ ഇന്ത്യ വിട്ട് കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ ബംഗ്ലാദേശിന് വലിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. അതായത് ബംഗ്ലാദേശിന് തനിയെ എല്ലാം കഴിയും, എന്തും തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന അമിത ആത്മവിശ്വാസം അതിപ്പോ വിനയായി മാറിയിരിക്കുന്നു. ഒരു ഭാഗത്ത് വിമത സൈന്യം, പ്രത്യേകിച്ചും മ്യാൻമറിൽ നിന്നുള്ള അരാക്കൻ സൈന്യം, ബംഗ്ലാദേശിന്റെ ബുദ്ധിസ്റ്റ് അരാക്കൻ സൈന്യം ഇപ്പോൾ പ്രധാനപ്പെട്ട ചില മേഖലകൾ കയ്യേറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ബംഗ്ലാദേശ് 270 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ നിലവിൽ ബംഗ്ലാദേശിന്റെ ഭാവി എന്താണ്? ഇത്രയധികം വലിയ ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുന്ന ബംഗ്ലാദേശിന് സ്വന്തം വസ്തു, സ്വന്തം ഭൂമി പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ ഭാവി എന്താണെന്നുള്ള അറിയില്ല. പക്ഷെ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആ പാവ ഭരണാധികാരികളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നു, അധികാരം ഏറ്റെടുത്ത് ഏതാനും ദിവസങ്ങൾക്കകം അദ്ദേഹം നിഷ്കാസിതനാവും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് അതിന്റെ സഹായത്തോടു കൂടി കയറിയിരിക്കുകയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഇപ്പോ പുലിവാൽ പിടിച്ചതുപോലെയാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഒരു ഭരണാധികാരി, നൊബേൽ സമ്മാനം കിട്ടി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഭരണാധികാരിയാവാൻ ഒന്നും പറ്റുകയില്ല. നൊബേൽ സമ്മാനം കിട്ടുന്നത് വേറെ, അതുപോലെ തന്നെ ഭരണാധികാരി എന്ന് പറയുന്ന ആളിന്റെ കഴിവുകൾ വേറെയാണ്. അദ്ദേഹത്തിന് യാതൊരു വിധമായ കഴിവുകളില്ല. ഒരു അയൽ രാജ്യവുമായിട്ട് സൗഹൃദത്തിൽ പോകാനുള്ള കഴിവുകൾ പോലും ഇല്ല. അവിടുത്തെ അരാജകവാദികൾക്കും അവിടുത്തെ മതമൗലികവാദികൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ ഇസ്ലാമിന്റെ സന്തതികൾക്കും വേണ്ടിയിട്ട് തുറന്നിട്ട് കൊടുക്കുകയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആ ഐശ്വര്യപൂർണമായിട്ടുള്ള രാഷ്ട്രം. ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ആ പ്രദേശം എന്നേ പറയാൻ കഴിയുള്ളൂ. സുവർണ ബംഗ്ലോ എന്നൊക്കെ പറഞ്ഞിരുന്ന ആ സ്ഥലം ഇന്ന് അതിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മളിത് പറയുമ്പോൾ ഇതേ സമയം തന്നെ ബർമയിൽ നിന്ന് ചൈനീസ് സഹായത്തോടു കൂടി തന്നെ ബർമയിലെ റോഹിംഗ്യ മുസ്ലിങ്ങളെ അവിടെ നിന്ന് പലായനം ചെയ്യിപ്പിച്ച അരാക്കൻ ബുദ്ധമത സൈന്യം, ഒരു സൈന്യം തന്നെയാണ്. ബുദ്ധമത ആചാരങ്ങളുടെ അതുപോലെ തന്നെ ബുദ്ധമതത്തിന്റെ ആയിട്ടുള്ള എല്ലാ ബിംബങ്ങളുടെയും അതിൻ്റെതായിട്ടുള്ള എല്ലാ ഐക്കണുകളുടെയും സംരക്ഷകരായി സ്വയം ചമഞ്ഞെത്തുന്ന ആൾക്കാരാണ് അത്. അതായത് നമ്മുടെ 7 സമുറായിസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ സമുറായിസിൽ എങ്ങനെയാണ് ഈ സമുറായികൾ ബുദ്ധമതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച് സ്വയം സംരക്ഷകരായി തീർന്നിരിക്കുന്നത്. അതുപോലെ അവിടുത്തെയൊക്കെ ബുദ്ധമതം എന്ന് പറയുന്ന ബുദ്ധമതം ഹിംസയുടെ മതമാണെങ്കിലും അതിൻ്റെ ബിംബങ്ങൾ തകർക്കപ്പെടുമ്പോൾ, അതിൻ്റെ ആചാരങ്ങളും അതിൻ്റെ സ്വത്വവും തകർക്കപ്പെടുമ്പോൾ അതിനെ രക്ഷിക്കാനായിട്ട് ചില സൈനിക വിഭാഗങ്ങളായിട്ട് അവരുടെ ക്ഷേത്രങ്ങൾ സംരക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ ചില സൈനികമായിട്ട് പരിശീലിപ്പിക്കപ്പെട്ട ആൾക്കാർ, നമ്മുടെ കളരിപ്പയറ്റ് പോലെ പരിശീലനം സിദ്ധിച്ച ആൾക്കാർ വന്നു. അങ്ങനെ വന്ന ഒരു വിഭാഗം ആൾക്കാരാണ് അരാക്കൻ ബുദ്ധിസ്റ്റ് ആർമി എന്ന് പറയുന്നത്. ബർമയില് അവരാണ് യഥാർത്ഥത്തിൽ ഈ രോഹിംഗ്യകളെ അവിടെ നാട്ടി പലായനം ചെയ്തത്. പട്ടാളം അവർക്ക് കുട പിടിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. ഇതേ പട്ടാളം തന്നെ ബർമയിൽ ഒരു നൊബേൽ സമ്മാന ജേതാവായിരുന്നു ഭരണാധികാരി ആങ് സാൻ സ്യൂക്കി. വലിയ പരാജയമായിരുന്നു അവരുടെ ഭരണം. ഈ സമാധാനത്തിനുള്ള സമ്മാനം കിട്ടി എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയാവാനുള്ള ക്രെഡൻഷ്യൽ ആകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അമർത്യ സെൻ ഇന്ത്യയുടെ ഭരണാധികാരിയായിരുന്നെങ്കിൽ ഇന്ത്യ തകർന്ന് തരിപ്പണമായി പോയിന്. ഒരു നൊബേൽ സമ്മാനവും കിട്ടാത്ത മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ ഇന്ത്യ ഒരു പുരോഗതിയിലേക്കുള്ള വാതിൽ തുറന്നിട്ടു. ഇപ്പോ നരേന്ദ്രമോദി ഒരു നൊബേൽ സമ്മാനവും കിട്ടിയിട്ടില്ലാത്ത ആ മനുഷ്യൻ, ഒരു ദളിതനായിട്ടുള്ള ആ മനുഷ്യൻ വന്നതോടുകൂടി ഇന്ത്യയുടെ വാതായനങ്ങളെല്ലാം തുറക്കപ്പെടുകയും ഇന്ത്യയുടെ GDP ഗ്രോത്ത് ലോകത്തിലെ നമ്പർ 1 മാറുകയും ഇന്ത്യ തന്നെ ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ ശക്തിയായി ഉയരുകയും റോക്കറ്റ് വേഗത്തിൽ, ജെറ്റ് വേഗത്തിലാണ്.
അത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അത് മാത്രമേ ഉള്ളൂ അപ്രതിഹതമായിട്ടുള്ള ശക്തി ആർജിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മറ്റു രാഷ്ട്രങ്ങളെല്ലാം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചൈനയുടെ വളർച്ച, ചൈന തകരുന്നു എന്നല്ല പറയുന്നത്, ചൈനയുടെ വളർച്ചാ നിരക്ക് പുറകോട്ടാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷണനായിട്ടിരിക്കുകയാണ് ഷീ ജിൻപിങ് എന്ന് പറയുന്ന മാവോ കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവ്. ഇതിനിടയ്ക്ക് ഒരു ശക്തി സ്തംഭം പോലെ ഉയർന്നു നിൽക്കുന്നത് ഇന്ത്യ മാത്രമാണ്. ആ ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ട് അയൽ രാജ്യത്ത് ഇങ്ങനെ അദ്ദേഹത്തിനൊരു ഇസ്ലാമിക ശക്തികളുടെ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ശക്തിയോടുകൂടി പാൻ ഇസ്ലാമിക് ശക്തിയാക്കി ലോകത്തെ മാറ്റണം, ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം മാത്രമേ പാടുള്ളൂ ലോകത്ത് എന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, കേരളത്തിലും അതിന്റെ ഘടകങ്ങളുണ്ട് കേട്ടോ, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ സഹായത്തോട് ഭരിക്കാം എന്ന് വിചാരിക്കുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ്. അത് മാത്രമല്ല, ഇതിനോടകം തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്, അവർ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ ഇന്ന് വരെ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു എന്നുള്ളത്. നിരവധി ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്തതായിട്ടുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജനങ്ങളെ ഒക്കെ തന്നെ ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ അവർക്ക് കഴിയാതെ വരുന്നത്? ഹിന്ദുക്കൾ മാത്രമല്ല, സിഖുകാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പാഴ്സികളുണ്ട്, സിഖ് മതക്കാരുണ്ട്, ബുദ്ധമതം ആക്രമിക്കപ്പെട്ടതോടുകൂടിയാണ് അരാക്കൻ സൈന്യം വന്നത്. അവരോട് കളിച്ചാൽ വെറുതെ ആവില്ല. രോഹിംഗ്യൻ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ, രോഹിംഗ്യൻ മുസ്ലിങ്ങൾ വളരെ ശക്തിയുള്ള ഒരു വിഭാഗമാണ്. എന്ത് അക്രമവും കാണിക്കും. ബർമയിലുള്ള ഹിന്ദുക്കളെ മുഴുവൻ കൊന്നു കുഴിച്ചു മൂടിയ ആൾക്കാരാണ് ഇവർ. ഹിന്ദുക്കളെ കൊല്ലുക എന്നൊരു വിനോദം പോലെ അവർ കരുതുന്ന, കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടുന്ന സൽമാൻ ഖാനെ പോലെ ഹിന്ദുക്കളെ കണ്ടാൽ വേട്ടയാടുക എന്ന് പറയുന്നത് ഒരു വിനോദമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവരെ ഒന്നും നിസ്സാരമായിട്ട് കാണാൻ പറ്റുകയില്ല. അപ്പൊ നോക്കിക്കോളൂ, ടെക്കനാക്ക ഉൾപ്പെടെ ഇതിന്റെ അതിർത്തിയിലുള്ള ചിറ്റഗോങ്ങിനടുത്തുള്ള, ചിറ്റഗോങ് എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശമാണ്, അറിയാമല്ലോ. ചിറ്റഗോങ് വാസ്തവത്തിൽ 90% ഹിന്ദുക്കളുള്ള ഒരു പ്രദേശമായിരുന്നു ബംഗ്ലാദേശിലെ. ആ ചിറ്റഗോങ് എന്തിന് ഇംഗ്ലീഷുകാർ ബംഗ്ലാദേശിന് അല്ലെങ്കിൽ പാകിസ്ഥാന് വിട്ടുകൊടുത്തു എന്നുള്ളത് ഇന്നും ദുരൂഹമാണ്. 90% ഹിന്ദുക്കൾ, ഒരു തുറമുഖവും കൂടിയാണ്. അപ്പൊ തന്ത്രപ്രധാനമായ ഒരു തുറമുഖം അവർക്ക് വിട്ടുകൊടുക്കാൻ ഇംഗ്ലീഷുകാർ എന്തോ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ 90% ഹിന്ദുക്കളുള്ള പ്രദേശം എങ്ങനെ അങ്ങോട്ട് പോകുന്നത്? അതുപോലെ തന്നെ ഇന്ത്യയോട് ചേരണം എന്ന് ആഗ്രഹിച്ച ഗിൽഗിത്ത്, അതുപോലെ തന്നെ മുസഫറാബാദ്, അതുപോലെ ഇപ്പോഴത്തെ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിന്റെ ഭാഗങ്ങൾ എങ്ങനെ അവർക്ക് വിട്ടു കൊടുത്തു നമുക്ക് തരാതെ എന്നുള്ളതും ദുരൂഹമാണ്. അപ്പൊ ചിറ്റഗോങ്ങിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപ്രധാനമായിട്ടൊരു തുറമുഖമാണ്. ബംഗാളിനോട്, അസാമിനോട് വളരെ അടുത്ത് കിടക്കുന്ന, കോഴിയുടെ കഴുത്ത് പോലെ കനം കുറഞ്ഞ ഒരു പ്രദേശം. ആ മാപ്പ് നോക്കുമ്പോൾ നമുക്കറിയാം, കനം കുറഞ്ഞ ബോട്ടിലിന്റെ കല്ലല്ല, കോഴിയുടെ കഴുത്ത് പോലെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന, കനം കുറഞ്ഞ്, തലയ്ക്കും കനമുണ്ട്, താഴെയുള്ള ഭാഗങ്ങൾക്കും ക്രമേണ കനം വെച്ചു വരും. ഇവിടെ മാത്രം കനമില്ല. അത്തരം ഒരു ഭാഗമാണ്, വളരെ തന്ത്രപ്രധാനവുമാണ്. കോഴിയെ കൊല്ലുന്ന അങ്ങനെ കഴുത്തിന് പിടിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സൈനിക നീക്കം തടയണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഈ ചിറ്റഗോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ അത്തരം ഒരു പ്രദേശം, അതിന് ചുറ്റുമാണ് ഇവര് 270 കിലോമീറ്ററാണ് പിടിച്ചടക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ബർമയിൽ കീഴടക്കിയ ആ പ്രദേശങ്ങളോ അതിനേക്കാൾ കൂടുതൽ വരും ഇവര് കീഴടക്കിയ പ്രദേശം. ബംഗ്ലാദേശിന് ഇത് ഔദ്യോഗികമായിട്ട് സമ്മതിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതൊരു ഔദ്യോഗിക ആർമിയല്ല, ബർമയുടെ ഔദ്യോഗിക ആർമിയല്ല. ബംഗ്ലാദേശിലെ നുയഞ്ഞോ കയറ്റക്കാർ ഇന്ത്യയിൽ എന്ത് കാണിക്കുന്നു അതുപോലുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. കഴുത്തിന് പിടിച്ചു മുറുക്കിയിരിക്കുക ബംഗ്ലാദേശിന്റെ. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കാൻ പറയാൻ പറ്റില്ല. ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് അറിയാം. അതാണ് ഇതിലൊക്കെ രസം. ഇതിന് പിന്നിൽ ആരാണ്? അജിത് ഡോവൽ, ഇന്ത്യയുടെ അജിത് ഡോവൽ തന്നെയാണ് പ്രവർത്തിച്ചത്. ഇന്ത്യയില് 2 ദ്വിമുഖ പോരാട്ടം ഇന്ത്യ നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് BSF എന്ന് പറയുന്ന വിഭാഗം വളരെ ശക്തമായിട്ടുള്ള, അതിർത്തിയിലുണ്ടവരെ, അതിർത്തിയിൽ ഇങ്ങനെ കമ്പിവല കെട്ടി മറച്ചിട്ടില്ലെന്നേ ഉള്ളൂ, അതിർത്തിയിലുള്ളവർ ശക്തമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നുകൊണ്ടിരുന്നവർക്ക് കണ്ണടച്ചു കൊടുത്തിരുന്നു. അവരിൽ പലരും ഇപ്പൊ നമ്മുടെ ബംഗാളിൽ വോട്ടർമാരായി. അവരുടെ തേരിലേറിയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അസമിൽ കുറെ പേര് കുടിയേറി. അവിടെ മുഖ്യമന്ത്രി ശക്തനാണ്, അവരുടെ വോട്ടവകാശം റദ്ദാക്കാൻ പ്രതിജ്ഞാബദ്ധനുമാണ്. അതുപോട്ടെ, ഇവർ കടന്നു വരുന്നപ്പോൾ കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. പലരെയും വരുന്നവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുക. ഇനി ഇങ്ങോട്ട് കടക്കാനാവാത്ത വിധം അവരെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ഇപ്പുറത്തു നിന്ന് ഈ പറഞ്ഞ അരാക്കൻ സൈന്യത്തിന്റെ ആക്രമണം, അവർ സ്ഥലങ്ങൾ കീഴടക്കിക്കൊണ്ട എന്ന് മാത്രമല്ല, നാഭ നദി എന്നും പറഞ്ഞൊരു നദിയുണ്ട്. പേര് കേട്ടാൽ ചെറിയ നദിയാണെന്ന്, പേര് ചെറുതാണെങ്കിൽ അത് വലിയ നദിയാണ്. ബ്രഹ്മപുത്ര പോലെ, അത് ഹിമവാന്റെ പുത്രിയാണ്. വലിയ ചുഴികളും മലരികളും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്ന വലിയൊരു പ്രദേശമാണ്. ആ നദി മുഴുവൻ കൈയേറിയിരിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് പണ്ട് തീർത്ഥയാത്രകൾ പോയി സെന്റ് മേരീസ് ദ്വീപ് എന്നും പറഞ്ഞൊരു ദ്വീപുണ്ട് തൊട്ടപ്പുറത്ത്.
ഈ നദി കടന്നു വേണം പോയിക്കൊണ്ടിരുന്നത്. ചങ്ങാടങ്ങളിലോ ബോട്ടുകളിലോ ഒക്കെ പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോ ഇവര് കൈയടക്കിയത് കൊണ്ട് ഇത് ചുറ്റിത്തിരിഞ്ഞ് ഇങ്ങനെ മൂക്കെ തൊടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കഴുത്തിന് ചുറ്റും വരുന്നു. അതാണ് പ്രസക്തമായ വാക്ക്. അതിന് വരുന്നത് പോലെ ഇപ്പോൾ പോകേണ്ടി വരുന്നു. ഇതെല്ലാം എന്തിന്റെ ഫലമാണ്? ഇയാൾ ഈ ഭരണം ജമാഅത്തെ ഇസ്ലാമിയോട് കൂട്ടിച്ചേർന്ന് നടത്തിയതിന്റെ ഫലമായിട്ട് വലിയ തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ഉപരോധം തന്നെ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ഉപരോധവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ഈ പാവ ഭരണാധികാരി. ഇന്ത്യയുമായിട്ട് ഐക്യത്തിൽ പോയില്ലെങ്കിൽ കുഴപ്പത്തിലാവാമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ശ്രീലങ്കയിലെ ചെറുപ്പക്കാരനായിട്ടുള്ള പ്രസിഡന്റ്, ഈയിടെ തെരഞ്ഞെടുക്കപ്പെട്ട ആള്, അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനം ഇന്ത്യയിലേക്ക് വന്നത്. ഒന്നുടക്കാമെന്ന് വിചാരിച്ച മാലദ്വീപിന്റെ പ്രസിഡന്റിന് 3 ദിവസം ഇന്ത്യയിൽ വന്ന് താമസിക്കേണ്ടി വന്നു. കാരണം ഇതുപോലൊരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയെ അവഗണിച്ചുകൊണ്ട് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. 1 ഇഞ്ച് പോലും പോകാൻ പറ്റില്ല. അങ്ങനെ പോകാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് പാകിസ്ഥാൻ, ഇതുപോലെ തന്ത്രങ്ങൾ നടത്തിയിരുന്ന പാകിസ്ഥാൻ ഇന്ന് കുചേലനെ പോലെ പിച്ചച്ചട്ടിയും എടുത്തുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ചെന്ന് ഇരവൽ തേടുന്നത്. അതായത് പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് ഭിക്ഷാംദാഹിയായിട്ട് നടക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇന്ന് സ്വന്തമായിട്ട് ആറ്റോമിക ബോംബ്, ആണവ ബോംബുള്ള രാഷ്ട്രത്തിനാണ് ഈ ഗതികേടെന്നുള്ളത്. എത്ര പരിഹാസ്യമാണ്, എന്തൊരു വിരോധാഭാസമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇറാന്റെ സ്ഥിതിയും വളരെ വ്യത്യസ്തമൊന്നും അല്ലിപ്പോ. അത് സാമ്പത്തിക ഉപരോധം കൊണ്ടുണ്ടായത്. ഇങ്ങനെയുള്ള കുൽസിത പ്രവർത്തനങ്ങളുടെ ഫലം അനുഭവിക്കുന്നത് കണ്ടിട്ടും പാഠം പഠിക്കാതെ ബംഗ്ലാദേശ് ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെയും അടുത്ത ഏതാനും മാസങ്ങൾ മതി അവസ്ഥ ഇതായി തീരാൻ. തന്നെ ട്രംപ് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹം വിജയിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ഹിന്ദുക്കളുടെ നേർക്കൊള്ള, ഹിന്ദു എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്, ഹിന്ദു വോട്ട് ബാങ്ക് നല്ലപോലെ ഉണ്ട് അമേരിക്കയിൽ, ആ ആക്രമണം അവസാനിപ്പിക്കണം എന്ന് ശക്തമായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. എനിക്ക് വലിയൊരു അത്ഭുതം തോന്നുന്നത്, പാലസ്തീനിൽ ആക്രമിക്കപ്പെടുമ്പോൾ ചെറിയൊരു രാജ്യത്ത്, ഇന്ത്യയിൽ തന്നെ കശ്മീരിലെ കാര്യങ്ങൾ വരെ സൂചിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭ എന്തുകൊണ്ട് ബംഗ്ലാദേശിൽ ഇത്രയും കാലമായിട്ട് ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഏകപക്ഷീയമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരക്ഷരം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല? ഐക്യരാഷ്ട്ര സഭ സെക്രട്ടറി ജനറൽ ഇതൊന്നും കാണുന്നില്ലേ? അതോ പക്ഷം പിടിച്ചിരിക്കുന്ന ആളാണോ അദ്ദേഹം? ഇതെന്തുകൊണ്ട് അദ്ദേഹം ഒരു വാക്കും ഇതുവരെ പറഞ്ഞിട്ടില്ല? അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യയിലെ തന്നെ ഈയിടെ വയനാട്ടിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ച പ്രിയങ്ക ഗാന്ധി, താങ്കൾ ഈ പറഞ്ഞ വിജയ് ദിവസം, അതായത് ഡിസംബർ 16 അന്ന് പാർലമെന്റിലേക്ക് പോയത് എന്തോ വേഷം അണിഞ്ഞുകൊണ്ടാണെന്ന് അറിയാം, ഷൈൻ ചെയ്യാൻ പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. പാകിസ്ഥാൻ ഇതുപോലെ സന്തോഷം ഉള്ള ഒരു ദിവസമല്ല, അവരൊരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ദിവസമാണ് ഈ ഡിസംബർ 16. ആ ദിവസത്തിൽ ഈ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഈ അംബേദ്കർ ഭക്ത, ഇപ്പൊ അംബേദ്കർ ഭക്തയായിട്ടുണ്ട്, അവർക്ക് സന്തോഷം കൊടുക്കാനായിട്ട് ഒരു പാലസ്തീൻ ഐക്യദാർഢ്യ ദിനവും ആചരിച്ചുകൊണ്ട്, അത് സന്തോഷം ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നുണ്ട് അവർക്ക്, രാഹുൽ ഗാന്ധിയിൽ നിന്നും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയിൽ നിന്നും, പാകിസ്ഥാനും ബംഗ്ലാദേശിനും കിട്ടുന്നുണ്ട്. അതൊഴികെ ഇന്ത്യൻ പൗരന്മാർ മുഴുവൻ ഇപ്പോൾ ബംഗ്ലാദേശിനെതിരാണ്. ഈ ലോകത്തിൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ ഈ വിരോധം സമ്പാദിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിന് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഉത്തരം പറയാത്തൊരു ചോദ്യം കൂടെ ഉണ്ട്. ഒരു സഖ്യകക്ഷി മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സഖ്യകക്ഷി ഇല്ലായിരുന്നെങ്കിൽ അർജുനൻ എങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിൽ പരാജയപ്പെടുമായിരുന്നു? അതുപോലെ പരാജയപ്പെട്ട് വെണ്ണീറായി തീർന്നേനെ ബംഗ്ലാദേശ്. പാകിസ്ഥാന്റെ കടിഞ്ഞാണുകൾക്കുള്ളിൽ, കുളം പടികൾക്കുള്ളിൽ കിടന്ന് പിടഞ്ഞേനെ. എന്താ അവിടെ സംഭവിച്ചത്? 3 ലക്ഷത്തോളം സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്ത് കൊന്നത് പാകിസ്ഥാൻകാർ. അവരുടെ സന്തതികൾ, ദുർഭഗ സന്തതികളാണ് കൂടുതലും ബംഗ്ലാദേശിലുള്ളത്. അതുകൊണ്ടാണ് അവരുടെ കൂർ പാകിസ്ഥാനോട് പോകുന്നത്. അത് പോകട്ടെ, എന്തുവായിക്കൊള്ളട്ടെ, അവരെ എല്ലാം രക്ഷിച്ചുകൊണ്ട് ഇനി അതുപോലെ ആവർത്തിക്കാതിരിക്കാൻ എന്തുകൊണ്ട് ബംഗ്ലാദേശിന് കഴിഞ്ഞില്ല? ഒരു കുന്തവും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് സ്വന്തമായിട്ട് സൈന്യമുണ്ട്. എന്താണുള്ളത്? ഇന്ത്യയിലെ പൗരന്മാർ അഭയാർത്ഥികളായി അവിടെ നിന്നുള്ളവരെ ഇങ്ങോട്ട് സ്വീകരിക്കുകയായിരുന്നു. എന്തേ നിങ്ങൾ അഭയാർത്ഥികളെ ഇങ്ങോട്ട് അയക്കേണ്ടി വന്നു? നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാത്തതുകൊണ്ടല്ലേ? എത്രയുണ്ട്? 19 ലക്ഷം അഭയാർത്ഥികൾ കടന്നു വന്നു എന്നാണ് പറയുന്നത്. 19 ലക്ഷം എന്നാണ് ഒരു കണക്ക് കേട്ടത്. അത്ഭുതമാണ്. ഒരു സംസ്ഥാനത്തിന്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇങ്ങോട്ട് പേടിച്ചോടി വന്നത്, വിരണ്ടു വന്നത്. എന്തേ സംരക്ഷിച്ചില്ല? ഇപ്പൊ വാചകമൊക്കെ അടിക്കുന്നു. മുക്തി ബാഹിനി എന്ന് പറഞ്ഞൊരു സൈന്യത്തെ ഇന്ത്യ തന്നെ സൃഷ്ടിച്ച് അവർ അങ്ങോട്ട് കയറി.
അതിനോടൊപ്പം തന്നെ സൈന്യവും നമ്മുടെ പിന്നെ വായുസേനയും, എയർഫോഴ്സ്, അതുപോലെ തന്നെ ചുറ്റും ഈ നേവി, അതുപോലെ തന്നെ കരസൈന്യം കടന്നു ചെന്നു, ധൈര്യമായിട്ട് ആക്രമിച്ചു. യാഹ്യാ ഖാന്റെ പട്ടാളത്തെ കീഴടക്കി. അവർ കീഴടങ്ങി. അവരുടെ സർവീസ് റിവോൾവർ മേശപ്പുറത്ത് വെച്ചുകൊണ്ടാണ് ജനറൽ നിയാസ് കീഴടങ്ങിയത്. ജനറൽ അരോരയ്ക്ക് മുമ്പിൽ, ഇന്ത്യക്കാരന്റെ, ആ സിഖുകാരനായ ഇന്ത്യക്കാരന്റെ മുമ്പിൽ. ചരിത്ര പ്രസിദ്ധമായ ചിത്രമാണ്. ഈ ചിത്രം വല്ലതും ഇത് പറയുന്ന മനുഷ്യൻ സഖ്യകക്ഷിയായിരുന്നു. ഇതെന്താ നാറ്റോ സഖ്യം? ഒന്നുമല്ല. ഇന്ത്യയില്ലെങ്കിൽ ബംഗ്ലാദേശ് ഇല്ല. ഇത് അമ്മയെ മറന്നുള്ള വർത്തമാനമാണ് ഈ പറഞ്ഞത്. മാതൃഹത്യ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു വർത്തമാനമാണ് ആ പയ്യൻ പറഞ്ഞ. ആ പയ്യന്റെ വിവരക്കേടിന് അത് ദൈവം മാപ്പ് കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ചരിത്രം എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് അതിലൊക്കെ രസം, ഇന്ദിരാഗാന്ധിയെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് അവരുടെ കൊച്ചുമകൾ ഇന്ത്യൻ പാർലമെന്റിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. വിജയ് ദിവസ് എന്നുള്ള ഒരു എഴുത്ത് അവർക്ക് എഴുതിപ്പിക്കാൻ ഇത്ര പ്രയാസമുള്ള കാര്യമായിരുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും വളരെ നാണക്കേടായി. ഇന്ത്യക്ക് അപമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ട് വീണ്ടും അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ പാർലമെന്റിന്റെ മുമ്പിൽ ഇപ്പോഴും കിടന്ന് ഗുസ്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ടെക്നോഫ് കടന്നപ്പോ സെന്റ് മാർട്ടിനീസ് ദ്വീപിനടുത്തേക്ക് അരാക്കൻ സൈന്യം എത്തിയെന്നാണ്. സെന്റ് മാർട്ടിൻസ് ദ്വീപ് വളരെ പ്രധാനപ്പെട്ട. ഇതിന്റെ പേരിലാണ് ഈ പിന്നെ ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് ബൈഡൻ ഓടിച്ച് ഈ മുഹമ്മദ് യൂനിസിനെ ഭരണാധികാരിയാക്കിയത്. അവരുടെ സൈനിക ഡിഗോ ഗാർഷ്യ പോലെ അവരുടെ സൈനിക കേന്ദ്രമാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു ഷെയ്ഖ് ഹസീന. അതാണ് അതിന്റെ ജിയോ പൊളിറ്റിക്സ്. അതുകൊണ്ടാണ് അവർക്ക് ഇന്ത്യയിൽ അഭയാർത്ഥിയായിട്ട് വീണ്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, പണ്ടൊരു ജനുവരി 16 അതിന് മുമ്പായിരുന്നെങ്കിൽ ഈ ജനുവരി 16 മുമ്പ് ഷെയ്ഖ് ഹസീനയും ഇന്ത്യയിൽ മുജിബുർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശ് രാഷ്ട്രപിതാവിന്റെ മകൾക്കും ഇന്ത്യ അഭയം കൊടുത്തു. അതാണ് ഇന്ത്യ. തസ്ലീമ നസ്രീനും പണ്ട് അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ അന്നും അക്രമം ഉണ്ടായിരുന്നു. അതിന്റെ പുസ്തകമാണ് ലജ്ജ. ആ ലജ്ജാവഹമാണ് ബംഗ്ലാദേശുകാരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞ തസ്ലീമ നസ്രീനും ഇന്ത്യ അഭയം കൊടുത്തു. ആ അഭയം പിന്നീട് പിൻവലിച്ചു. അത് വേറൊരു കാര്യം, പേടിച്ചിട്ട്. ഇപ്പൊ എന്തായിരുന്നാലും ബംഗ്ലാദേശിന്റെ ഭാവി കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ പ്രവൃത്തിയുടെ ഫലമൊക്കെ തന്നെ അവർ അനുഭവിക്കുന്നു മറുഭാഗത്തുള്ളതാണ് മറ്റൊരു വശം. അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും.